പടമാണ്. നമ്മൾ ധൈര്യമായിട്ട് തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് വന്നിരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. സൂപ്പർ സ്റ്റാർ എന്ന് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതേ പദവി നിലനിർത്തുന്ന ഒരു നടൻ ഇന്ത്യയിൽ വേറെ ആരുമില്ല. രജനീകാന്തിനെ വല്ലാൻ ഇനി ഒരു സൂപ്പർ സ്റ്റാർ ഇനി പുനർജനിക്കാൻ സാധിക്കില്ല എന്ന് തെളിയിക്കുന്ന സിനിമയാണ്. ലോകേഷ് കനകരാജ്, അതുപോലെ അനിരുദ്ധ്, അഭിനയത്തിലേക്ക് കടക്കാൻ രജനീകാന്ത്, അമീർ ഖാൻ, ഉപേന്ദ്ര, ഷോബിൻ ഷാഗീർ, ശ്രുതി ഹാസൻ, സത്യരാജ് തുടങ്ങിയിട്ടുള്ള വമ്പൻ താരനിര. നാഗാർജുനൻ പൊളിച്ചടിക്കിരിക്കുകയാണ്. പടം നമുക്ക് ധൈര്യമായിട്ട് കുടുംബസമേതോ എങ്ങനെയോ എൻജോയ് ചെയ്ത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്കുന്ന അതേ ഫീൽ തന്നിരിക്കുകയാണ്. അനിരുദ്ധ് എന്ന് പറയുന്ന ബ്രില്യൻറ്റ് മ്യൂസിക്, അടിപൊളി, എല്ലാം മാസ് ക്ലാസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള കീടിലെന്നുള്ള പൊളപ്പം പടം, അടിപൊളി. സൗബിനൊക്കെ പൊളിച്ച്, സൗബിനൊക്കെ വേറെ ലെവലായി. നീ മലയാളത്തിലേക്കൊന്നും ഇനി കിട്ടൂല. സൗബിനൊക്കെ പാൻ ഇന്ത്യ കടന്നു പോകാൻ പോവുകയാണ്. ഒരു രക്ഷയിൽ അടിപൊളിയാണ്. സൗബിനൊക്കെ ഇങ്ങനെയൊക്കെ അഭിനയിക്കുമെന്ന് നമ്മൾ വിചാരിച്ചതാണോ? കാരണം മലയാളം കണ്ട് മടുത്തു. ഇനിയെങ്കിലും അന്യഭാഷാ ചിത്രത്തിൽ പോയിട്ട് ഒരു പാൻ ഇന്ത്യൻ നടനാവാൻ ശ്രമിക്കുകയാണ് സൗബിൻ. ഇനി സൗബിനെ ഇവിടെ പിടിക്കാൻ കിട്ടൂല. എന്തായാലും നമ്മൾ 100% 100% തിയേറ്ററിൽ വന്നിരുന്ന് കാണാൻ പറ്റുന്ന പടം. ഈ മ്യൂസിക്കൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു എല്ലാം കൂടി ഒരു മിക്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആക്ഷൻ ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് നമ്മൾ കേൾക്കാനും രജനീകാന്ത് സാറിന് എല്ലാവരും ഒരുമിച്ച് നമ്മളൊരു ഫ്രെയിം കാണുന്നൊരു സംഭവങ്ങളാണ്. എനിക്കിഷ്ടപ്പെട്ടു. കൊള്ളാം. രജനീകാന്ത് പക്ക രജനീകാന്ത് മൂവി. ലോകേഷ് രജനീകാന്തിനെ യൂസ് ചെയ്തേക്കുന്നൊരു സ്റ്റൈലിൽ തന്നെയാണ് പടം മേക്ക് ചെയ്തേക്കുന്നത്. ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് സൗബിനാണ്. സൗബിൻ ഒരു രക്ഷയില്ല. സൗബിൻ പൊളിച്ചടിക്കിയിട്ടുണ്ട്. മിക്കവാറും സൗബിൻ ഇവിടുന്ന് പോകാനുള്ള ചാൻസ്. കാരണം അതുപോലെ പടത്തിന് നിറഞ്ഞു നിന്നുണ്ട് സൗബിൻ്റെ പ്രകടനം. ഡാൻസ് ആണെങ്കിലും ഡയലോഗ് ഡെലിവറി ആണെങ്കിലും. പിന്നെ അതുപോലെ തന്നെ കൂടെ പെർഫോം ചെയ്തേക്കുന്ന എല്ലാവരും. നമ്മുടെ ക്യാമറ റോളിൽ വരുന്ന അമീർ ഖാൻ്റെ ഒരു സീൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സീനാണ് അത്. പൊളി. അനിരുദ്ധാണല്ലോ, ഒന്നും പറയണ്ടല്ലോ. അപ്പോൾ രജനീകാന്തിൻ്റെ പക്ക ഒരു മാസ് സാധനം തന്നെ അനിരുദ്ധ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. രജനീകാന്തും അമീർ ഖാനുള്ള കോംബോ സീൻസൊക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ വില്ലനിസം, സൗബിൻ്റെ വില്ലനിസം, രജനീകാന്തിൻ്റെ സാഗ് പഴയ കാലഘട്ടമൊക്കെ കാണിച്ചു പോകുന്നുണ്ട്. അതൊക്കെ പക്ക CG ആയിരുന്നു. കമ്പാരിറ്റീവ്ലി നോക്കുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ എണീക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ പടം കണ്ടപ്പോൾ അത് പോയി. BGMന്റെ കളിയായിരുന്നു അനിരുദ്ധിന്റെ. ഓരോരുത്തർക്കും വേണ്ടിയിട്ടില്ല. ലോകേഷ് കനകരാജിന്റെ ഒരു സാധനമാണല്ലോ ഓരോ ആക്ടേഴ്സ്ക്കും ഒരു BGM ഇടാന്നുള്ളത്. അത് ഇതിൽ ഭയങ്കരമായിട്ട് ജസ്റ്റിസ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നാഗാർജുനക്കും ഉപേന്ദ്രയ്ക്കും ഒക്കെ ഇറ്റ് വാസ് ലൈക്ക് അതെ, തലവരനേക്കാളും ബാക്കിയുള്ള സ്റ്റാർസ്, ഇൻഡസ്ട്രി സ്റ്റാർസിന്റെ ഒക്കെ വിളയാട്ടമായിരുന്നു. സൗബിൻ അടിപൊളി. സൗബിൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കുറേ സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, കുറേ നേരത്തേക്ക് ഉണ്ട്. ലോകേഷ് പടം ടോട്ടലി നല്ലതാണ്. പ്രത്യേകിച്ചൊരു വയലൻസ് ആണ്, കൂടുതൽ വയലൻസ് ആണ് ഉള്ളത്. രജനീകാന്തിൻ്റെ ഒരു സാധാരണ നമ്മൾ കാണുന്ന പോലെ ഒരു രജനീകാന്തിനെ നന്നായിട്ട് എന്താ പറയുക ഉപയോഗിച്ചിട്ടുള്ളൊരു സിനിമയാണ്. അപ്പം നമുക്ക് നാഗാർജുൻ ഉണ്ട്. നാഗാർജുൻ നമുക്കൊരു പ്രിയപ്പെട്ട ഒരു താരമാണ്. നാഗാർജുൻ ഉണ്ട്, അതുപോലെ തന്നെ സത്യരാജ്, ആമിർ ഖാൻ. അങ്ങനെ എന്താ പറയുക, നമുക്ക് ഇന്ത്യൻ സിനിമയിലെ വളരെ പ്രഗത്ഭരായ ആൾക്കാർ സമ്മേളിക്കുന്ന ഒരു സിനിമയിൽ തന്നെ ഇതിനെ പറയാൻ പറ്റും. പിന്നെ കുറച്ച് വയലൻസ് ആണ്, ടോട്ടലി വയലൻസ് ആണ്. പിന്നെ മലയാളികളെ സംബന്ധിച്ച് നമുക്ക് എടുത്തു പറയേണ്ടത് സൗബിൻ്റെ ഒരു സാന്നിധ്യമാണ്. സൗബിൻ വളരെ, അതായത് ചിത്രത്തിൽ തുടക്കം മുതൽ അവസാനം വരെ സൗബിൻ ഉണ്ട് എന്നുള്ളൊരു പ്രത്യേകതയാണ്. ഒരു വില്ലൻ വേഷത്തിലേക്ക് തന്നെ സൗബിൻ എത്തുകയാണ്. അങ്ങനെയാണ് സൗബിനെ നമുക്ക് കാണാൻ കഴിയുക. സൗബിൻ്റെ മനോഹരമായ ഡാൻസ് ഉണ്ട്, അത് പ്രത്യേകതയാണ്. ആക്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ രജനീകാന്ത് തന്നെ ആക്ഷനും ഉണ്ട്, ഡാൻസും ഉണ്ട്. രജനീകാന്ത് സിനിമയുടെ ഒരു മിക്സ് കൃത്യമായി ഇതിൽ സമ്മേളിച്ചിട്ടുണ്ട്. രജനി പടം ആണ്. ലോകേഷിൻ്റെ ഒരു എന്താ പറയുക ഡയറക്ഷൻ, ക്യാമറ വരുന്നു. എന്തായാലും സിനിമാറ്റോഗ്രാഫിയൊക്കെ വളരെ മനോഹരമാണ്. ഒരു ത്രെഡ് വെച്ചിട്ടാണ് പോകുന്നത്. കുറച്ച് ഫ്ലാഷ് ബാക്ക് കഥകൾ പറഞ്ഞ് അതിൻ്റെ ഒരു പക വീട്ടലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നു. പിന്നെ കൂലി എന്ന് പറയുന്നൊരു സിനിമ പറയുന്നത് പോലെ, പേര് പോലെ എന്താ പറയുക, ഒരു രജനീകാന്തിൻ്റെ ചിത്രങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ. എപ്പോഴും സാധാരണ ജനങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ കൂലിപ്പണി യാത്രത്തിൽ വർക്ക് ചെയ്യുന്നവരെ പിന്തുണച്ചുകൊണ്ടുള്ള, അവർക്ക് വേണ്ടി പോരാടുന്ന ഒരു ട്രേഡ് യൂണിയൻ നേതാവ് എന്നുള്ള രീതിയിലൊക്കെയുള്ളൊരു നല്ലൊരു ക്യാരക്ടറാണ്. അതെ അതെ അതെ, നമുക്ക് എന്തായാലും കാണാവുന്ന ഒരു ചിത്രമാണ്.
ഇഷ്ടപ്പെടും. മാസമാണ്. കുറേ വെട്ടുകുത്ത് വയലൻസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു രജനീകാന്തിൻ്റെ പടം കണ്ടതിൻ്റെ ഒരു സന്തോഷമുണ്ട്. തലൈവർക്ക് ഇപ്പോഴും പ്രായമാവുന്നില്ല. തലൈവർ തന്നെ. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ സൗബിൻ, അനിരുദ്ധിൻ്റെ മ്യൂസിക്, ആമിർ ഖാൻ്റെ എൻട്രി, കൈൻഡ് ഓഫ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. സോ എല്ലാം ഉണ്ട്. ഇമോഷന്, ഫാമിലി ഇമോഷൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, കോമഡി ഉണ്ട്, സ്റ്റൈലുണ്ട്. തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. ഞാനിപ്പോൾ കുറേ നാൾക്ക് ശേഷം ഒരു ഫുൾ എൻ്റർടൈൻമെൻ്റ് ഒരു മൂവി കണ്ട പോലെ ഉണ്ട്. പിന്നെ വയലൻസ് ഉള്ളതുകൊണ്ട് പിള്ളേർക്ക് എത്രത്തോളം എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഡെഫിനറ്റ്ലി ലോകേഷിൻ്റെ മറ്റെല്ലാ പടങ്ങളെക്കാളും എനിക്കൊരു പടിക്ക് മുമ്പ് ഇഷ്ടമായി. വിക്രവും ലിയോ ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇതിപ്പോൾ ടോട്ടൽ പാക്കേജ് എനിക്ക് ഇഷ്ടമായി. ടോട്ടലി കംപ്ലൈൻറ്റ് അങ്ങനെ തോന്നാത്ത രീതിയിൽ ഇഷ്ടമാണ്.